ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു. ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് പ്രായണ ദുർബലമായ 3-ാം ഭാവത്തിലാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് ലഗ്നാധിപൻ, മറ്റൊന്ന് 6-ാം ഭാവാധിപൻ ശത്രുപതി. മറ്റൊന്ന് ശുക്രൻ യോഗം ചെയ്തിരിക്കുന്നത് വ്യാഴത്തോടു കൂടിയാണ്. ആരാണ് വ്യാഴം? ഇടവൻ രാശിക്കാർക്ക് അഷ്ടമാധിപനാണ്. അതിനാൽ ഈ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും യോഗം അത്ര ഗുണകരമായിരിക്കില്ല ഇടവൻ രാശിക്കാർക്കെന്നറിയണം. പക്ഷെ അതൊരു വസുമത് യോഗമാണ്. ഏതെങ്കിലും രീതിയിൽ ലഗ്നാൽ അതീവ വസുമൽ ശശാങ്കാൽ ചന്ദ്രൻ്റെ രാശിയിൽ നിന്ന് 3-ാമത്തെ രാശിയിൽ ഉപജയ രാശിയിൽ വന്നാൽ ഒരു ധനയോഗം ഏതെങ്കിലും പ്രകാരമൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാര്യയുടെ ചില ധനം ലഭിക്കുക നാമമാത്രമായിരിക്കാം, ധാരാളമായിരിക്കില്ല. ചില സ്ത്രീധനങ്ങൾ കിട്ടുക, കല്യാണം കഴിച്ച ധനമല്ല, അവർക്ക് വല്ല സ്വത്ത്, പൂർവികമായ സ്വത്തോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഭാര്യയുടെ ഷെയറൊക്കെ കിട്ടാനുള്ള ഒരു സന്ദർഭം ധാരാളമല്ല. പ്രതീക്ഷയിൽ നിന്ന് ഒരുപക്ഷെ 1/4 ഭാഗമാകാം. എങ്കിലും അങ്ങനെയുള്ള ചില പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്താം. അത് മാത്രമല്ല, ഈ വിഷയത്തിലേക്ക് സഹോദര ഗുണം, സഹോദരങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന അവസ്ഥ വരും. സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ്. അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ തനിക്ക് വളരെയധികം യോഗം വരും. ആ യോഗത്തിൽ തന്നെ ഒരിക്കലും തന്നെ വില കുറയുന്ന ഒരു രീതിയിൽ മുന്നോട്ട് നീങ്ങരുത്. കാരണം 3-ൽ വ്യാഴവും ശുക്രനും വരുമ്പോൾ കൃപണഹ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിവാഹമുണ്ടെങ്കിൽ അവിടെ തൻ്റെ പ്രസൻസ്, സാമീപ്യവും നന്നായി അവിടെ പ്രയോഗിക്കുകയാണ് വേണ്ടത്. തൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റാണ് വേണ്ടത്. അവിടെ താൻ പലപ്പോഴും കൃപണഹ എന്ന ഫലമുള്ളതുകൊണ്ട് മടിച്ചു നിൽക്കും, കാശിറക്കാൻ മടി വരും. എല്ലാ കാര്യത്തിലും തനിക്ക് ഒരു പാസീവ്നെസ് വരുമ്പോൾ മറ്റുള്ളവർ തന്നെ വിലയിരുത്തുമെന്നറിയുക. ദാമ്പത്യത്തിൽ അങ്ങേയറ്റം സ്വസ്ഥത വേണമെന്നില്ല. കാരണം 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ രതി സ്ത്രീജനെ തസ്യ ന, സ്ത്രീജനങ്ങളിൽ അങ്ങേയറ്റം താല്പര്യമുണ്ടാകില്ല. ബന്ധുനാശക, ബന്ധുക്കൾ നശിക്കും. ഗുരു രസ്യ ദുസ്സിൽക്കോ ദാനവാന ന പൂർണ്ണോഭവൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരു ദാനസംഗ്രാമകാലേ. യുദ്ധം വരുമ്പോൾ ഭയന്നു പോകും. അതിനാൽ വലിയ വലിയ കേസുകൾ, വാദപ്രതിവാദങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ 28 ദിവസക്കാലം അങ്ങേയറ്റം തൻ്റെ ശക്തിക്ക് ക്ഷയം വരുന്ന സമയമാണെന്നറിയുക. അതിനാൽ ശക്തിക്ഷയം സംഭവിക്കും. പലപ്പോഴും കേസുകൾ പെടുന്നവർക്ക്, ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയം അത്ര ശുഭമല്ല. ഈ ഒരു 29 ദിവസക്കാലം, പ്രത്യേകിച്ച് ജൂലൈ മാസം 5 വരെ എന്നറിയുക.
ഈ 28 ദിവസം ജൂലൈ മാസം 5-നാണ്, 4-ാം തീയതി വൈകിട്ടാണ് കഴിയുക. അതുവരെ ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും ആവതിക്കും കരണീയം, നന്നായി ദേവീപ്രീതി ചെയ്തേ മതിയാവുകയുള്ളൂ. നന്നായി ദേവിയെ സ്മരിക്കുക, ദേവിയുടെ പാദങ്ങളിൽ വീഴുക, അല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ, ഇടവൻ രാശിക്കാർക്ക് ശോഭനമായ 28 ദിവസങ്ങളെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.